നമുക്കിന്ന് വിവിധ തരത്തിലുള്ള നമ്പർ സിസ്റ്റങ്ങളെക്കുറിച്ച് പഠിക്കാം. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ നേരെ ചെയ്തിട്ടുണ്ട്. അവയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോകൾ കണ്ടതിന് ശേഷം ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുന്നതാണ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പൈത്തണിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പ് ആ വീഡിയോ കാണാത്തവർക്കായി ഞാൻ അതിൻ്റെ രത്നം ചുരുക്കം പറയാം. നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന സംഖ്യാ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ. അതിൽ ഉപയോഗിക്കുന്ന സംഖ്യകൾ 0 to 9 ആണ്. അതായത് 0 തൊട്ട് 9 വരെയുള്ള നമ്പറുകളാണ് ഉപയോഗിക്കുന്നത്. 9 കഴിഞ്ഞാൽ പിന്നെ 10, 11, 12 ഇങ്ങനെ പോകും. ഇതുകൂടാതെ മറ്റ് നമ്പർ സിസ്റ്റങ്ങൾ ആണ്. ഒന്ന് ബൈനറി നമ്പർ സിസ്റ്റം. ഈ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ 0യും 1ഉം മാത്രമേ ഉള്ളൂ. 1 കഴിഞ്ഞാൽ പിന്നെ 10, 11, 100 ഇങ്ങനെ അങ്ങ് പോകും. ഇനി മറ്റൊരു നമ്പർ സിസ്റ്റമാണ് ഒക്ടൽ നമ്പർ സിസ്റ്റം. ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ 0 to 7 വരെയുള്ള നമ്പറുകൾ മാത്രമേ ഉള്ളൂ. 7 കഴിഞ്ഞാൽ പിന്നെ 8 ഇല്ല, പകരം വരുന്നത് 10 ആണ്. പിന്നെ 11, 12, 13, 14, 15, 16, 17 കഴിഞ്ഞാൽ പിന്നെ 20 ആണ് വരുന്നത്. 18 ഇല്ല, കാരണം 8 ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല. ഇനി അടുത്ത ഒരു നമ്പർ സിസ്റ്റമാണ് ഹെക്സാഡെസിമൽ. ഹെക്സാഡെസിമൽ എന്ന് പറഞ്ഞാൽ 16 എന്നാണ് അർത്ഥം. അപ്പോൾ അതിന് 16 അക്കങ്ങൾ ഉള്ള ഒരു നമ്പർ സിസ്റ്റമാണിത്. അത് തുടങ്ങുന്നത് 0 to 9. 9 കഴിഞ്ഞാൽ പിന്നെ A, B, C, D, E, F എന്നീ ഇംഗ്ലീഷ് ലെറ്റർ കൂടി സംഖ്യകളായിട്ട് എടുത്തുകൊണ്ടാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഒരു സംഖ്യ നോക്കാം. 25. 25 എന്ന് പറയുന്നത് സാധാരണ ഡെസിമൽ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഒരു നമ്പറാണ്. ഇതിനെ നമുക്ക് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. നമുക്ക് ഓർക്കുക, ബൈനറിയിൽ 1 0 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സംഖ്യ കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ബിൻ എന്ന് കൊടുത്തതിന് ശേഷം ഏത് സംഖ്യയാണ് നമുക്ക് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത് അത് നമ്മൾ ബ്രാക്കറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു നമ്പറാണ് കിട്ടുന്നത്. 10001 എന്ന് പറയുന്ന ഈ ഇത്ര പോർഷനാണ് ഈ 25 എന്ന സംഖ്യയ്ക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ. ഇവിടെ കിടക്കുന്ന ഈ 0B എന്ന് പറയുന്നത് ഇതിൻ്റെ കോഡാണ്. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ബൈനറി നമ്പറിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാനാണ് നമ്മളിവിടെ 0B എന്ന് കൊടുക്കുന്നത്. 0B അടിച്ചതിന് ശേഷം ഇനി നമ്മൾ 10 ചേർത്തുള്ള ഏത് നമ്പർ അടിച്ചു കൊടുത്താലും അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡെസിമൽ സിസ്റ്റം നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇതേ നമ്പർ തന്നെ നമുക്ക് കൊടുത്തു നോക്കാം. 11001 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 25 ആണ്. OB 11001 എന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്പർ 0B 11001 എന്നുള്ള ഈ നമ്പർ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ കിട്ടി. ഇനി നമുക്ക് ഒക്ടൽ നമ്പറിലോട്ട് നോക്കിയാലോ. ഞാനിപ്പോൾ ഇതേ സംഖ്യയെ തന്നെ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് OCT, ഒക്ടലിൻ്റെ OCT, ഒക്ടൽ എന്ന് പറഞ്ഞാൽ തന്നെ 8 ആണ്. OCT എന്നടിച്ച് നമ്മൾ 25 എന്നടിച്ചു കഴിഞ്ഞാൽ ഇതേ സംഖ്യയുടെ തന്നെ ഒക്ടൽ നമ്പർ എത്രയാണെന്ന് നമുക്ക് കിട്ടും. അത് 0O31 ആണ്. ഇപ്പോൾ നമ്മളിവിടെ തുടങ്ങുന്നത് ശ്രദ്ധിക്കുക, 0യിലാണ് തുടങ്ങുന്നത്. ഇപ്പോൾ 0 കഴിഞ്ഞിട്ട് ബൈനറി ആണെങ്കിൽ B വരും. അത് കഴിഞ്ഞ് 0 കഴിഞ്ഞതിന് ശേഷം ഒക്ടലാണെങ്കിൽ O വരും. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ തിരിച്ച് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ മുമ്പേ പ്രയോഗിച്ച സെയിം മെത്തേഡ് തന്നെ 0 ഒക്ടലിൻ്റെ ആണെങ്കിൽ O വരും. ഇനി 31 അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഡെസിമൽ നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. കണ്ടോ, 0O31 അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 25 എന്നുള്ള നമ്പറിലോട്ട് കിട്ടും. ഇനി നമുക്ക് ഈ 25-നെ നമുക്ക് ഹെക്സാഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഹെക്സ് 25 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് OX19 എന്ന് കിട്ടും. അതായത് ഈ 19 എന്ന് പറയുന്ന ഈ ഹെക്സാഡെസിമൽ നമ്പറാണ് നമ്മുടെ 25 ഇരിക്കലിനായിട്ട് ഡെസിമൽ നമ്പർ സിസ്റ്റം. അപ്പോൾ നമുക്കിത് നേരെ തിരിച്ച് ചെയ്യാനായിട്ട് OX19 അടിച്ചു കഴിഞ്ഞാൽ ഈ ഹെക്സാഡെസിമൽ നമ്പർ ഈക്വലിനായിട്ടുള്ള ഡെസിമൽ നമ്പർ നമുക്ക് കിട്ടുന്നതായിരിക്കും 25. അങ്ങനെയാണെങ്കിൽ നമുക്ക് F എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു 15 എന്നുള്ള സംഖ്യയാണ് കിട്ടുന്നത്. നമുക്ക് നോക്കാം. OXF എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 15 എന്നുള്ള ഡെസിമൽ നമ്പറാണ് കിട്ടുന്നത്. അതായത് അവിടെ F എന്ന് പറയുന്നത് നമ്മുടെ 15-ന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു നമ്പറാണ് കിട്ടുന്നത്. ഇനി നമുക്ക് OXA നോക്കാം. OXA 10. അതായത് ഹെക്സാഡെസിമൽ നമ്പറിൽ A എന്ന് പറയുന്നത് നമ്മുടെ 10 എന്ന സംഖ്യയ്ക്ക്. ഇനി നിങ്ങൾ 31, 52, 65 എന്നിവ ഹെക്സാഡെസിമലിലും
ഒക്ടൽ സിസ്റ്റത്തിലും ബൈനറിയിലോട്ടും ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് വെറുതെ ബി എന്ന് പറഞ്ഞാൽ ബൈനറിയാണ്. ബൈനറി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 10 എന്നീ സംഖ്യകൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 1001 100001. ഇതിന് ഇക്വലൻ്റായിട്ടുള്ള ഡെസിമൽ നമ്പർ എന്താണെന്ന് അറിയാനായിട്ട് നമുക്കിവിടെ എൻ്റർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 309. അതായത് 309 ഇക്വലൻ്റായിട്ടുള്ള ഒരു ബൈനറി നമ്പറാണ് ഇത്. നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതെങ്ങനെയാണ് അല്ലാതെ മാനുവലായിട്ട് കണക്ക് ചെയ്യുന്നതെന്നുള്ളത് മുമ്പ് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതുകൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുന്നതാണ്. ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം.